രാഷ്ട്രീയവും മതവും മാറ്റി നിർത്തി സുമനസ്സുകൾ കൈകോർത്തതോടെ കണ്ണൂർ സ്വാമിമുക്കിലെ സവിതയ്ക്കും മക്കൾക്കും ഇനി അടച്ചുടപ്പുള്ള പുത്തൻ വീട്ടിൽ അന്തിയുറങ്ങാം. സ്വന്തമായി വീടെന്ന വർഷങ്ങളായുള്ള സവിതയുടെ സ്വപ്നമാണ് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചത്. വർഷങ്ങൾക്ക് മുന്നെയാണ് സവിതയുടെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറായിരുന്ന പ്രദീപൻ മരണപ്പെട്ടത്. ഇതോടെ 2 മക്കളും സവിതയും ജീവിതത്തിൽ തനിച്ചായി. മറ്റു മാർഗമില്ലാതെയാണ് വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ സവിത സഹായം അഭ്യർത്ഥിച്ച ചെമ്പാട്ടെ കെ ഷാജിയെ സമീപിച്ചത്. അതോടെ വീടുപണിക്കായി ജനകീയ കമ്മിറ്റിയുണ്ടായി. ടി ഹരിദാസ് രക്ഷാധികാരിയും കെ ഷാജി കൺവീനറും പി കാസിം ഹാജി ഗജാഞ്ചിയുമായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതോടെ രാഷ്ട്രീയ മതഭേദമന്യേ സഹായം ഒഴുകിയെത്തി. സഹായം തേടി RSS കാര്യാലയത്തെ സമീപിച്ചപ്പോൾ വീടിന്റെ കോൺക്രീറ്റ് വാർപ്പ് അവർ ഏറ്റെടുത്തു. ഉക്കാസ് മൊട്ടയിലെ പി കൃഷ്ണപിള്ള സാംസ്കാരിക കേന്ദ്രം നിലത്ത് വിരയ്ക്കാനുള്ള ടൈൽസ് നൽകി. പ്രദേശവാസിയായ VP സമദ് ചുമരിന്റെ തേപ്പിനും നിലത്തെ കോൺക്രീറ്റിനും ആവശ്യമായ തുക നൽകി. മെട്രോ സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹി PM യൂസഫ് 75,000 രൂപയും ചുണ്ടങ്ങാപ്പൊയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 40,000 രൂപയും സ്വരൂപിച്ചു. ഹാദിയ ചാരിറ്റബിൾ ട്രസ്റ്റ്, വൈസ്മെൻ ക്ലബ്ബ്, പൊന്ന്യംപാലം ശിഹാബ് തങ്ങൾ ട്രസ്റ്റ്, പൊന്ന്യംപാലം മഹല്ല് പ്രവാസി കൂട്ടായ്മ, കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, കതിരൂർ KSEB എന്നിവരും ആവശ്യമായ സഹായങ്ങളുമായി രംഗത്തെത്തി. കേരള ഇലക്ട്രിക്കൽ ആൻഡ് വയർമെൻ അസോസിയേഷൻ കതിരൂർ കമ്മിറ്റി സൗജന്യമായി വീട് വൈദ്യുതീകരിച്ചു നൽകി. പല വഴിക്കും സഹായമെത്തിയതോടെ 7,70,000 രൂപ ചെലവഴിച്ച 8 മാസം കൊണ്ട് വീടിന്റെ പണി പൂർത്തീകരിക്കാനായി. സവിതയ്ക്ക് വീട് കൈമാറിയ ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ഗജാഞ്ചിയും പ്രവാസിയുമായ PP കാസിം താക്കോൽ കൈമാറി. കൺവീനർ കെ ഷാജി അധ്യക്ഷനായി. RSS നേതാവ് ശശിധരൻ വീട് വൈദ്യുതീകരിച്ചതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. വീട് വൈദ്യുതീകരിച്ച KEWA ഭാരവാഹികളെ ചടങ്ങിൽ ഷാളണിയിച്ച് ആദരിച്ചു. കോൺഗ്രസ് നേതാവ് പ്രേമരാജൻ മാസ്റ്റർ, കതിരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KP റംസീന, രക്ഷാധികാരി T ഹരിദാസ്, V ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.